ജമ്മു കാശ്മീരിൽ ഒരു വൻ ഡേറ്റകൾ ചോർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ജമ്മു കാശ്മീരിൽ ജോലി ചെയ്യുന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ വ്യക്തി വിവരങ്ങൾ ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഒരു ഭീതി, ജമ്മു കാശ്മീരിലെ കാശ്മീരി പണ്ഡിറ്റ് കുടുംബാംഗങ്ങളിൽ ഒരു ഭീതി ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. അതായത് ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ സംഘടനയായി കരുതപ്പെടുന്ന യുണൈറ്റഡ് ലിബറേഷൻ കൗൺസിലിന്റെ കയ്യിലാണ് ഈ ഒരു ഇവരുടെ ഡേറ്റകളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നൊരു വിവരം പുറത്തു വരുന്നത്. ഓഗസ്റ്റ് 23-ാം തീയതി അതുമായി ബന്ധപ്പെട്ടൊരു ഭീഷണി പോസ്റ്ററാണ് ജമ്മു കാശ്മീരിൽ ഉടനീളം ചുവരുകളിൽ പതിപ്പിച്ച നിലയിലേക്ക് എത്തുന്നത്. ആ പോസ്റ്ററിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിഗത സ്വകാര്യ വിവരങ്ങളാണ് ആ പോസ്റ്ററിൽ ഉള്ളത്. അതായത് കാശ്മീരി പണ്ഡിറ്റുകളുടെ പേര്, അവർ ജോലി ചെയ്യുന്ന, അവർ ഏത് സർക്കാർ സംവിധാനങ്ങളിലാണ് ജോലി ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഡെസിഗ്നേഷൻ, കൂടാതെ അവർ മാസം എത്ര രൂപ കൈപ്പറ്റുന്നു, അവരുടെ മൊബൈൽ നമ്പർ, അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഭാര്യ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുണ്ട്, അതായത് ഭാര്യ, എത്ര മക്കളുണ്ട്, വീട്ടിൽ അച്ഛനോ അമ്മയോ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് സഹോദരിമാരൊക്കെ ഉണ്ടോ എന്നടക്കമുള്ള വിവരങ്ങളുണ്ട്. കൂടാതെ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാ വ്യക്തികളും, അത് വീടിന്റെ നമ്പർ അടക്കം, അഡ്രസ് അടക്കം ഓരോ വ്യക്തിയുടെയും പോസ്റ്ററിലേക്ക് പതിപ്പിച്ച നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതായത് കൂടുതലായിട്ട് പ്രധാനമന്ത്രിയുടെ പുനരധിവാസ പാക്കേജ് വഴി താഴ്വരയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെയും അതോടൊപ്പം തന്നെ പൂർവിക സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാനും ശ്രമിക്കുന്ന കുടുംബാംഗങ്ങളെയാണ് ലഷ്കർ ഇ തോയ്ബയുടെ ഈ സംഘടന സിസ്റ്റർ എന്ന് പറയുന്ന ഈ യുണൈറ്റഡ് ലിബറേഷൻ കൗൺസിൽ ലക്ഷ്യമിടുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് ഔദ്യോഗിക സർക്കാർ രേഖകളിൽ ജീവനക്കാരുടെ വിവരങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ ചോർന്നു എന്നത് സംബന്ധിച്ചൊരു ഇന്റലിജൻസ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലെ ഏതെങ്കിലും ഡേറ്റാബേസുകളിൽ ഏതെങ്കിലും ഒരു മാൽവെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ഹാക്കിംഗ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസുകൾ കയറ്റിവിട്ടുകൊണ്ട് ഇവരുടെ ഡേറ്റാബേസുകൾ അടക്കം ചോർന്നിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അവിടെ കാശ്മീരി പണ്ഡിറ്റുകളുടെ എല്ലാ വിവരങ്ങളും A to Z വരെയുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ സഹോദര സംഘടനയുടെ കയ്യിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു. കാരണം നമുക്കറിയാം പാകിസ്ഥാന്റെ ഏറ്റവും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് രീതിയിലും ജമ്മു കാശ്മീർ പിടിച്ചടക്കുക എന്നുള്ളതാണ്. ജമ്മു കാശ്മീർ പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ കൈവെള്ളയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നീക്കമാണ്. അവർ പല പ്രാവശ്യങ്ങൾ പറയുന്നുണ്ട്, പാകിസ്ഥാൻ പറയുന്നുണ്ട് ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ വ്യക്തമായി പറയുന്നുണ്ട് അല്ല, കൃത്യമായ തെളിവ് സഹിതം ഇത് നമ്മുടേതാണെന്ന്. കൂടാതെ പല രാജ്യങ്ങളുടെ മുന്നിലേക്കും പാകിസ്ഥാൻ ഈ ഒരു പ്രസ്താവനയുമായി എത്തിയിട്ടുണ്ടെങ്കിലും അവരെല്ലാം തന്നെ തള്ളിക്കളയുന്നില്ല, ജമ്മു കാശ്മീർ അത് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് ലോക രാജ്യങ്ങളടക്കം ഒന്നടക്കം പറയുമ്പോഴും ഇത് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചെടുക്കണം. അപ്പോൾ അവിടെ ജമ്മു കാശ്മീരിൽ ഒരു ക്രമസമാധാന തകർച്ച ഉണ്ടാക്കുക, അവരുടെ ആളുകളുടെ ഉറക്കങ്ങൾ നഷ്ടപ്പെടുത്തുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾ അവിടെ നിന്ന് കൂട്ടമായ ഒരു പലായനം ചെയ്യും. അതാണ് പാകിസ്ഥാൻ മനസ്സിൽ കാണുന്ന ഒരു സ്വപ്നം. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം കർശനമായ ഓരോ നീക്കങ്ങളും ഓരോ നിയന്ത്രണങ്ങളും ഇപ്പോൾ വരുത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം പഹൽഗാമിൽ ഈ ലഷ്കർ ഇ തോയ്ബയുടെ സഹോദര സ്ഥാപനമായ റെസിസ്റ്റൻ ഫ്രണ്ട് അവിടെ ഒരു ആക്രമണം നടത്തിയ സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെ ഇന്ത്യൻ സൈന്യം അവിടെ തിരിച്ചടിച്ചു. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട പഹൽഗാമിൽ നിന്ന് രക്ഷപ്പെട്ട ഭീകരർ കാട്ടിനുള്ളിലാണ് ഒളിച്ചത്. പക്ഷെ ആ കാട് മുഴുവനും വളഞ്ഞിട്ടാണ് ഈ ഓപ്പറേഷൻ മഹാദേവ് എന്നടക്കമുള്ള സൈനിക നടപടികളിലേക്ക് പോയി ചെന്ന് ഈ തീവ്രവാദികളെ അടക്കം ഇന്ത്യൻ സൈന്യം കൊന്നൊടുക്കിയത്. അപ്പോൾ ശക്തമായ രീതിയിൽ പാകിസ്ഥാനിൽ നുഴഞ്ഞു കയറി വന്ന ഒരു ഭീകരർക്കും അവിടെ കൂടിപ്പോയാൽ ഒരു 2 മിനിറ്റ് അവിടെ നിൽക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ നിങ്ങൾ തിരിച്ചു പോവുക, നിങ്ങളുടെ ശവമായിരിക്കും എന്ന ഒരു സന്ദേശം ഇന്ത്യൻ ആർമി പല തവണ, കൂടാതെ കേന്ദ്ര സർക്കാർ പല പ്രാവശ്യം പാകിസ്ഥാന് നൽകിയിട്ടുണ്ടെങ്കിലും ഈ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങൾ ജമ്മു കാശ്മീരിനെ തകർക്കാൻ അവർ പല തവണ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ സംഭവം അതീവ ഗൗരവത്തോടെ കാണണമെന്നാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പോലീസിനും മറ്റ് സുരക്ഷാ ഏജൻസികൾക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇങ്ങനൊരു സംഭവം ജമ്മു കാശ്മീരിൽ നടന്നിട്ടുണ്ട് എന്ന് ജമ്മു കാശ്മീർ പോലീസും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമെല്ലാം ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ സെൻട്രൽ IBക്കും ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഭീഷണി നേരിടുന്നവർക്ക് അടിയന്തര സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഓൾ PM പാക്കേജ് എംപ്ലോയീസ് ഫോറം ജമ്മു കാശ്മീർ
ചീഫ് സെക്രട്ടറി അടൽ ദുല്ലുവിന് നിവേദനം നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ലഷ്കർ ഇ തോയ്ബയുടെ സഹോദര സ്ഥാപനം പുറത്തുവിട്ട ഈ കാശ്മീരി പണ്ഡിറ്റുകളുടെ വിവരങ്ങൾ അത് ജമ്മു കാശ്മീരിലെ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ചുവരുകളിൽ പതിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ ആ പേരിലുള്ള ഓരോരുത്തർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പോലീസ് പ്രത്യേകമായി തന്നെ ഒരു സുരക്ഷാ സംവിധാനം നൽകണം, അതായത് ആംഡ് പോലീസിന്റെ ഒരു സുരക്ഷാ സംവിധാനം നൽകണമെന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ നിവേദനത്തിൽ ഓൾ PM പാക്കേജ് എംപ്ലോയീസ് ഫോറം അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ അവരിപ്പോൾ ആവശ്യപ്പെടുന്നത്. കൂടാതെ നിലവിൽ രേഖകളുടെ അധികാരിതയും ഓൺലൈൻ പ്രചാരണത്തിന്റെ ഉറവിടവും സൈബർ ഇന്റലിജൻസ് ഏജൻസികൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അവർ ഏറ്റവും കൂടുതലായി സൈബർ ഇന്റലിജൻസ് അന്വേഷിക്കുന്നതിൽ ഈ വിവരങ്ങൾ എങ്ങനെയാണ്, അതായത് അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഈ കാശ്മീരി പണ്ഡിറ്റുകളുടെ വിവരങ്ങൾ എങ്ങനെ ലഷ്കർ ഇ തോയ്ബയുടെ എങ്ങനെ അത് പാകിസ്ഥാന്റെ കയ്യിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവരിപ്പോൾ അറിയാനായിട്ട് ഒരു നീക്കം നടക്കുന്നത്. അതായത് ഈ കാശ്മീരി പണ്ഡിറ്റുകളെ ഏതെങ്കിലും തരത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ചിലപ്പോൾ ജമ്മു കാശ്മീരിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു കലാപ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ ഒരു കലാപ സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു സംഘർഷം, മനുഷ്യന്മാർ തമ്മിൽ ഉള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. അതാണ് പാകിസ്ഥാനും ഇപ്പോൾ നോക്കുന്നത്. അതായത് ഇന്ത്യയിൽ മനുഷ്യരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കുക, കുറെ ചോരപ്പുഴുക, കുറെ രക്തപ്പുഴ ഒഴുകുക, നിരപരാധികളായവർ മരണപ്പെടുക, അതാണ് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു കൃത്യമായ നീക്കത്തിലേക്ക് ആണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എങ്ങനെ ഇവരുടെ വിവരങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായി സൂക്ഷിക്കേണ്ട ഈ കാശ്മീരി പണ്ഡിറ്റുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ഏത് സാഹചര്യത്തിൽ എങ്ങനെ അത് ലഷ്കർ ഇ തോയ്ബയുടെ കയ്യിലേക്ക് എത്തി എന്നുള്ള ഒരു നിർണായകമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും ജമ്മു കാശ്മീരിൽ ഒരു അതീവ ജാഗ്രതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. കാരണം ഏത് സമയത്തും ഒരു നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ ഏത് സമയത്തും ഒരു ആക്രമണം ജമ്മു കാശ്മീരിൽ ഈ പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കുറച്ച് ദിവസത്തിനകം പാകിസ്ഥാനിൽ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ ജമ്മു കാശ്മീരിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ തീവ്രവാദികളടക്കം ഇന്ത്യൻ സൈന്യം അവരെ അറസ്റ്റ് ചെയ്യുകയും വെടിവെപ്പിൽ അവർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ അടുത്ത മാസം ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അനിഷ്ട സംഭവങ്ങൾ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടത്തി ഒരു അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള, അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി ബ്രിക്സ് ഉച്ചകോടിയെ ഇടിച്ചതാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നൊരു വിവരമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹിയിലും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലും അടക്കം കർശനമായ ഒരു സുരക്ഷാ വലയത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.